അപ്പൊ ഇന്നത്തെ ദിവസത്തെ എല്ലാവർക്കും സ്വാഗതം. ഹായ്. വലിയ അവർക്കുള്ള വീടായിട്ട് ഓരോരോ സാധനം കിട്ടിയത് ഇഷ്ടത്തിന് ഈ ബറ കയറി വന്നിട്ട് അവരുടെ റൂമിന്റെ ഉള്ളിക്ക് പോവും. നമ്മള് ചവിട്ടിക്കൊള്ളു തിക്കിക്കൊള്ളു എല്ലാം. അവരുടെ ജീവിതം നോക്കുമണ്ണ ഇവിടെ വന്നിട്ട് നോക്ക് എങ്ങനെ ഉണ്ട്. ഓരോ സാധനം കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കൊറേ നേരത്തിന് അവിടെ നോക്ക് ബെല്ലരിന്റെ കുരു എല്ലാം കൊണ്ടു വെച്ചിട്ട് അവർക്ക് തിന്നാനുള്ളത് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറ് നമുക്ക് ഇട്ടല്ലേ ഇതാ ഇവിടെ ചോറ് വെച്ച് കൊടുത്തന്. അവർ ഓരോന്നെ കൊണ്ടുപോവുള്ളിലേക്ക് അവർക്ക് വേണം പറഞ്ഞിട്ട്. അങ്ങനെ എറുമ്പിൻ്റെ ജീവിതം നോക്ക് ഇത്ര പാങ്ങുണ്ട്. നമുക്ക് കൈ കൊട്ടു വേണോ ഇത് വേണോ അവർക്കൊന്നും വേണ്ട. കുഞ്ഞി വായിൽ ഇത്ര വലിയ വീടാക്കി ചെറിയ കുഞ്ഞു വായല്ലേ നേരം വെൽക്കുന്നവരെ ഇത്ര വലിയ കുണ്ടാക്കിയിട്ട് അവരുടെ ജീവിതം അതിൻ്റെ ഉള്ളില് അല്ലേ. അതാണ് നമ്മൾ പറയുന്നത്. മനുഷ്യർക്കും അതേ ബുദ്ധി പറഞ്ഞു. ഈ ചെറിയ എറുമ്പുക്ക് എത്ര ബുദ്ധിയുണ്ട് അത്രയേ നമ്മളുടെ ജീവിതവും വേണം മോനെ അല്ലേ. അങ്ങനെ അമ്മക്ക് ഒരു ഉറുമ്പോ ചെറിയ പക്ഷിയോ ചെറിയ പാറ്റ എന്ത് കണ്ടാലും അമ്മ ഇതിലൊരു കഥ ആയിട്ട് പറയും. അത് ഈ പണ്ട് ആൾക്കാരെല്ലാം കഥ പറഞ്ഞതും അത് സത്യത്തിൽ നടക്കുന്നതും എല്ലാം തന്നെ നേരെ. ഈ കാലത്തിൽ ആരും നമ്പുന്നില്ല. എന്താ പറഞ്ഞാൽ ഇപ്പം എല്ലാം അങ്ങനെ അതെല്ലാം നേരെ ചെറിയ വായിൽ അത്ര വലിയ കൂടാക്കിയിട്ട് ആ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ആ ഐറ്റങ്ങൾക്ക് തിന്നാനുള്ളത് അവർ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ആ കഥയാണ് അമ്മ പറഞ്ഞ ഉറുമ്പിന്റെ നേരം വെൽക്കുന്നവരെ ഉറങ്ങും. അവര് നേരം വെൽക്കുന്നവരെ പണിയെടുക്കും. വലിയ ഒരു കൂടാക്കിയിട്ട് ആ മണ്ണ് തേച്ചും കൊടുന്ന് പുറത്ത് ഇട്ടിട്ട് അതിന്റെ കുഞ്ഞുകളിനെല്ലാം അവിടെ വെച്ച് അവിടെ തിന്നുന്നത് വിട്ടിട്ട് വന്നിട്ട് എല്ലാരും ചോറിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കടിച്ചിട്ട് കൊണ്ടുപോണേ ഒന്നൊന്ന് അവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക്. അതാ അവിടെ നോക്ക്. ഇതന്നെ പറയണത് എറുമ്പ് പഞ്ചാരയോ ഒരു ചോറോ ഇത്തിരി നമ്മൾ ഇട്ട് കൊടുത്താല് അവർക്ക് ആകാരമായി. നമ്മൾ നയിക്കുന്നെന്ന് പറഞ്ഞിട്ട് എറുമ്പുക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഒരു ഇത്തിരി അതിനുള്ളത് എന്താന്ന് കൊടുത്താൽ അവർക്ക് ഒരു സന്തോഷം വേറെ ഉണ്ട്. ഇതാ കടിച്ചിട്ട് ഇപ്പൊ മോൻ്റെ ഓടിക്കാൻ അങ്ങ് പുറപ്പെട്ടുന്ന് കുറെ കെട്ടാൻ തുടങ്ങിയ പിന്നെ ലീവില്ല എൻ്റെ മോനക്ക് വലിയോനക്ക്. ഇന്നും ഒരു ദിവസം വീട്ടിലുണ്ട്. പോയിട്ട് വരാ പറഞ്ഞിട്ട് പുറപ്പെട്ടുന്ന്. അങ്ങനെ പോയിട്ട് നോക്കിയിട്ട് അവിടുത്തെ സംഗതികളെല്ലാം അറിയിക്കാം. തീരലില്ല അതെ. പിന്നെ അങ്ങനെ ഇന്ന് ലീവില്ല കൊണ്ട് ഒന്ന് നോക്കിട്ട് വരാം. ഒന്ന് പോയിട്ട് വരാം. അതെപ്പാ പോയിട്ട് വരാം. എത്തി ഇനി ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാറില്ല. ജനലെല്ലാം ആവണോ കുട്ടികളെല്ലാം ഓടി വന്ന് അച്ഛമ്മേൻ്റെ റൂമാണ്. പെണ്ണ് എല്ലാ സാധനവും കൊടുന്നിട്ട് ഇവിടെ ഒതുക്കിയിട്ട് എങ്ങനെയാണ് ചോറ് കറിയാക്കണ്ടേ അപ്പൊ അതെ ഒന്ന് റെഡി ആവണവരെ എല്ലാം ആക്കുന്നുണ്ട്. കുഞ്ഞി റൂമിൽ ഇത്ര സാധനവും ഒതുക്കി വെച്ചിട്ടുണ്ട്. പൂച്ചക്കുട്ടി ഇട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട് പൂച്ചക്കുട്ടി. എൻ്റെ അമ്മ പുറത്ത് പോയിന്നാ.
ഇത് ഇവിടെ എൻ്റെ അമ്മ. സ്റ്റെപ്പ് ഉം. ഇതിൽ കയറിയിട്ട് ഇതിലായിട്ട് അങ്ങനെ കയറിയിട്ട് ഇത് എങ്ങനെ വരാം. ഉം. ഇതെല്ലാം നായി കിട്ടുന്നവരെ കുട്ടികൾക്ക് കുളിക്കാനും എല്ലാത്തിനും അതെ. ബുദ്ധിമുട്ടാണ്. ഇത് പൊളിക്കുപ്പാ, ആ. ഈ റൂം ഇത് ചുമരെല്ലാം പൊളിക്കും. ഉം. അതെല്ലാം പൊളിച്ചിട്ട് എല്ലാം കെട്ടു. ഇന്ന് വന്നിട്ടില്ല, ഞായറാഴ്ച അല്ലേ. ആ ആയ് ആയ് ഗീതൻ്റെ അവരവിടെ പണിയെടുത്തോണ്ട് കണ്ട എന്തോ പണിയെടുത്ത് തീരാനുള്ളത് അല്ലോ അതിവൊക്കെ. അപ്പോൾ കുളിക്കാൻ ബാത്റൂം ഒന്നും ഇല്ലാണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടായി അല്ലേ. അതോ അപ്പോൾ അമ്മ അതെ അതെ അതെ. ഉച്ചക്ക് ചോറെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുങ്ങനെ ഒരു മയം വന്ന് കുറച്ച് തണുപ്പായി, ഭയങ്കര ചൂടായിരുന്നു. അതെ അങ്ങനെ അപ്പൊ ഈ കൊല്ലത്തെ പുതിയ മഴ അതെ. അപ്പോൾ ഈ കാപ്പി ചെടിക്കെല്ലാം പൂ വരാനെല്ലാം നല്ലതായി ആ മഴ വന്നത്. പിന്നെ സ്പ്രിംഗ്ലർ അടിക്കാനും ഈ മോട്ടർ ഇല്ലാത്തവരും ഉണ്ട്, ചെറിയ ചെറിയ തോട്ടങ്ങൾ, അവർക്ക് നല്ലതായി അല്ലേ. മിഷനും സ്പ്രിംഗ്ലറും ചാരെല്ലാം എല്ലാവരും അടിച്ചിട്ട് എങ്ങനെ പൂ വരുത്തും. അത് നല്ലതായി. അതെ ചിലക്ക് പൂ ഇത് കിട്ടില്ല. ഈ ചെറിയ മഴ അടിച്ചിട്ട് ഇനി ഒരു മഴ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സെറ്റാവില്ല, ഇല്ല പൂവും കറിഞ്ഞു. അതിന് ഇന്നൊരു മഴ കിട്ടട്ടെ പറഞ്ഞ് ദൈവത്തിന് വിചാരിക്കാം. വീട്ടിൻ്റെ അടുത്തെല്ലാം പോയിട്ടുണ്ടായി. അവിടെ എല്ലാം ഭയങ്കര കഷ്ടത്തിൽ അവർ കഴിഞ്ഞു പോണേ. ഇപ്പോൾ മഴയെല്ലാം വന്നിട്ട് ഉള്ളിലെല്ലാം ചോറിന് പിന്നെ അതെല്ലാം കെട്ടിയിട്ട് നന്നാക്കിയിട്ട് പിന്നെ സമാധാനം. ബാലുക്ക് ലീവില്ലല്ലേ, ലീവ് ഉള്ള കൊണ്ട് ബാമനെ പോയിട്ട് വരാ പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ രണ്ടാളും പോയിട്ട് നോക്കിയിട്ട് വന്ന് നല്ലതായി പോയത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.